സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ മണ്ണിൽ വെച്ച് നേടിയ സെഞ്ചുറിയോടെ സഞ്ജു ഇനി അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് സെലക്ഷൻ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു സെലക്ഷൻ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയപ്പോൾ തകർപ്പൻ സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ ടീമിനെ വൻ തകർച്ചയിൽ നിന്നും ആ സമയത്ത് കരകയറ്റുകയായിരുന്നു. സഞ്ജു വിരോധികളുടെ വായ അടപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു ആ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഇതോടെ ജൂണിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയെന്ന സഞ്ജുവിന്റെ മോഹങ്ങൾക്കും ഈ ഒരു സെലക്ഷനോടെ ചിറക് മുളച്ചിരിക്കുകയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ പ്ലേയിങ് 11ലെ സ്ഥാനത്തിനു വേണ്ടി ജിതേഷും സഞ്ജുവും പോരടിക്കുമ്പോൾ ആർക്കാവും നറുക്ക് വീഴുക വിക്കറ്റ് കീപ്പറായി. T20 ലോകകപ്പ് അടുക്കവേ ടൂർണമെന്റിൽ ഇന്ത്യക്ക് ഒരു സ്ഥിരം വിക്കറ്റ് കീപ്പറെ ആവശ്യമാണ്. സ്ഥിരം വിക്കറ്റ് കീപ്പറായിരുന്ന ഋഷഭ് പന്ത് ആ ഒരു ആക്സിഡന്റിന് ശേഷം പരിക്കേറ്റ് പുറത്തായതിനാൽ സെലക്ടർമാർക്ക് മുന്നിലെ ഓപ്ഷൻസ് KL രാഹുൽ, ഇഷാൻ കിഷൻ, ജിതേഷ് ശർമ്മ, സഞ്ജു സാംസൺ എന്നിവരാണ്. എന്നാൽ KLനും ഇഷാനും